ഞാൻ പണിക്ക് പോയിരുന്നു. അതെ, കൽപ്പണി ഇന്ന് ലീവായി. അപ്പൊ ഞാൻ തൊഴിലുറപ്പിന് വായിച്ചിട്ടാ. ഞാൻ പോട്ടെട്ടാ. അല്ല, അതെ, ഉമ്മാക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉമ്മാനെ കാണിക്കാണ്ടി പോയതേന്ന്. ഇമ്മാക്ക് ഒന്നും പറയണ്ട. ഇമ്മാക്ക് നിങ്ങളോട് പറയാം, ആരോട് പറയാൻ പറ്റും, എന്നാലും പറഞ്ഞു പോവുകയാണ്. ഇമ്മാന്റെ ഇമ്മ എന്നും കൈ കടച്ചലല്ല, കൈ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഉമ്മാടൊക്കെ എന്താ ചൊറിയുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഏടാ നമുക്ക് ഭാഗ്യം വരാൻ നിൽക്കാണ്, നമുക്ക് എന്തായാലും കായ് കിട്ടും, ഉമ്മാക്ക് ആരും കൈന്റെ അടി ചൊറിഞ്ഞ കായ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങോട്ട് പറയാനേ ഇമ്മാന്റെ കജ്ജിമൊക്കെ മുറിയായി. അങ്ങനെ ഉമ്മാന്റെ ഡോക്ടറെ അടുത്ത് പോയതാണ് ഞാന്. ചെക്ക എന്റെ ഉമ്മാക്ക് പ്രായമായിട്ടാണ്. നിങ്ങൾ ഏത് വീട്ടാന്റെ ജീവിക്കുന്നത്? കജ്ജി മാതിരി മുറിയാവൂ. ഉമ്മ പറഞ്ഞ കേക്കണ്ട, ഞാനും വിചാരിച്ചു കായ് കിട്ടും വിചാരിച്ച്. എനിക്ക് ഇത്ര അന്തല്ല. മകന് പ്രായമായിട്ടാണ് വിചാരിക്കുക. എനിക്ക് തീരെ ബുദ്ധി ഇല്ലാതായ ആന്നു എനിക്ക് പിന്നെ മനസ്സിലായത്. ഞാനും വിചാരിച്ചു ചെറുപ്പത്തേക്കിന് പറയല്ല, കൈ ഇങ്ങനെ മാന്തി ഉണ്ടെങ്കിൽ കായിട്ടുന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു പോയി. നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കുക, തൊഴിലെ ഡോക്ടറെ കൊണ്ട് കാണിക്കും. എന്തായാലും ഇനി മാറാൻ നോക്കണം, ഞാൻ കാണിക്കണം. എന്നാ ഞാൻ പോകട്ടാ.